ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ ഭക്ഷ്യകാർഷിക സംഘടന ലോകവ്യാപകമായി കാർഷിക സെൻസസ് നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് 1971 മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 5 വർഷത്തിലൊരിക്കൽ കാർഷിക സെൻസസ് നടത്തിവരുന്നു. കേരളത്തിൽ കാർഷിക സെൻസസിന്റെ നടത്തിപ്പ് ചുമതല സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിനാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡ് തല ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നത് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരാണ്. കാർഷിക സെൻസസിന്റെ പ്രവർത്തനങ്ങൾ 3 ഘട്ടങ്ങളായാണ് നടന്നുവരുന്നത്. വിവിധ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമൂഹ്യ സാമ്പത്തിക നയരൂപീകരണത്തിനും കാർഷിക സെൻസസ് വഴി ലഭ്യമാകുന്ന വിവരങ്ങൾ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു. 11ാമത് കാർഷിക സെൻസസിന്റെ 2ഉം 3ഉം ഘട്ടം നടക്കുകയാണല്ലോ. ഇതിനായി നിങ്ങളുടെ മുന്നിലെത്തുന്ന സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് ഉദ്യോഗസ്ഥരോട് കൃത്യമായി വിവരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കായി നമുക്ക് ഒരുമിക്കാം. ഭൂവുടമകളുടെ അല്ലെങ്കിൽ കർഷകരുടെ എണ്ണം, ഭൂവിസ്തൃതി, ഭൂവിനിയോഗം, കൃഷിരീതി, ജലസേചന മാർഗം, വളം, കീടനാശിനി, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയുടെ ഘടനയും സവിശേഷതകളും വിവരിക്കുക. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള നയങ്ങളുടെയും പദ്ധതികളുടെയും രൂപീകരണത്തിനാവശ്യമായ വിവരങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കുക. ഭാവിയിൽ കാർഷിക സർവേ നടത്തുന്നതിനാവശ്യമായ ചട്ടക്കൂട് രൂപീകരിക്കുക എന്നിവയാണ് കാർഷിക സെൻസസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകരുടെ ക്ഷേമത്തിനും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരുന്നു. ഇതിനായി കാർഷിക മേഖലയിലെ സ്ഥിതിവിവര കണക്കുകൾ അത്യന്താപേക്ഷിതമാണ്. 3 ഘട്ടങ്ങളിലായി നടത്തപ്പെടുന്ന കാർഷിക സെൻസസിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചു. ഇതിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പിൾ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ സർവേയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ് ഉദ്യോഗസ്ഥർ നിങ്ങളെ സമീപിക്കുമ്പോൾ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകി രാജ്യ പുരോഗതിക്ക് നിങ്ങളും പങ്കാളികളാകുക. എല്ലാ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെയും മുഴുവൻ ഭൂ ഉടമസ്ഥരുടെ അല്ലെങ്കിൽ കർഷകരുടെ കൈവശാനുഭവ ഭൂമികളുടെ എണ്ണവും വിസ്തൃതിയും, സാമൂഹിക വിഭാഗം, ജെൻഡർ, ഭൂ ഉടമസ്ഥത, ഭൂമിയുടെ തരം തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് സെൻസസിന്റെ 1ാം ഘട്ടമായി ശേഖരിക്കുന്നത്. 1ാം ഘട്ട വിവരശേഖരണം നടത്തി തയ്യാറാക്കപ്പെടുന്ന പട്ടികയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും അവരുടെ കൈവശമുള്ള ഭൂമിയിൽ ചെയ്തുവരുന്ന കൃഷിയെ സംബന്ധിച്ചും പ്രസ്തുത കൃഷിയുടെ ജലസേചന രീതിയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് 2ാം ഘട്ട സെൻസസിന്റെ ഭാഗമായി ശേഖരിക്കുന്നത്. സെൻസസിന്റെ 2ാം ഘട്ടമായി ശേഖരിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും അവരുടെ കൈവശ ഭൂമിയിൽ ചെയ്തു വന്നിരുന്ന കൃഷി, ജലസേചന രീതി, വളം, കീടനാശിനി പ്രയോഗം, കൃഷി ചെലവ്, കൃഷിക്കായി എടുത്ത ലോണുകൾ തുടങ്ങിയവ സംബന്ധിച്ച വിശദമായ വിവരശേഖരണമാണ് സെൻസസിന്റെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, നൂതന കൃഷിരീതികളുടെ നടപ്പിലാക്കൽ എന്നിവ വഴി കർഷകരുടെ അഭിവൃദ്ധിക്കായി നടത്തപ്പെടുന്ന ഈ വിവരശേഖരണത്തിനായി നിങ്ങളുടെ മുന്നിലെത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാർക്ക് സത്യസന്ധമായ വിവരങ്ങൾ നൽകി രാജ്യത്തിന്റെ വികസന പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു.